നമസ്കാരം. വിശ്വസിച്ചവർ തന്നെ ചതിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണമെന്ന് തിരിച്ചറിയാത്തതാണോ നിങ്ങളുടെ പരാജയം? ശത്രു ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ ആഴമുള്ളതാണ് ഒരു സുഹൃത്ത് നൽകുന്ന വഞ്ചന. ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ചതിയന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ സൗഹൃദ വലയത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ നിങ്ങൾ പ്രേരിക്കപ്പെടും. ചാണക്യൻ പറയുന്നു, മറ്റൊരാളുടെ രഹസ്യം നിങ്ങളോട് പറയുന്ന സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇത് വളരെ ലളിതമായ ഒന്നായി തോന്നാം, പക്ഷേ ഇതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. ഒരാൾ തൻ്റെ സുഹൃത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു രഹസ്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് വിശ്വാസ്യത എന്ന മൂല്യമില്ല എന്നാണ്. നാളെ നിങ്ങൾ അയാളോട് പറയുന്ന കാര്യങ്ങൾ അയാൾ മറ്റൊരാൾക്ക് മുന്നിൽ വിളിച്ചു പറയില്ല എന്ന് എന്താണ് ഉറപ്പ്? അറിവുള്ളവർ രഹസ്യങ്ങൾ ഹൃദയത്തിൽ കുഴിച്ചുമൂടുന്നു, എന്നാൽ ചതിയന്മാർ അത് ആയുധമാക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ളവർ മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുറ്റം പറയാൻ അവർ മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തിക്കഴിഞ്ഞു. രണ്ടാമതായി, മുഖസ്തുതി പറയുന്നവർ. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി നിങ്ങളെ അമിതമായി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അവിടെ അപകടം പതിയിരിപ്പുണ്ട്. കണ്ണാടി പോലെ സത്യം പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്നാൽ നിങ്ങളുടെ തെറ്റുകളെപ്പോലും പുകഴ്ത്തി പറയുന്നവർ നിങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്വാർത്ഥത. ചാണക്യൻ പച്ചയായി പറഞ്ഞ ഒരു കാര്യമുണ്ട്: സ്വാർത്ഥതയില്ലാത്ത ഒരു സൗഹൃദവും ലോകത്തില്ല. കേൾക്കുമ്പോൾ അല്പം കഠിനമായി തോന്നാം, പക്ഷേ ചിന്തിച്ചു നോക്കൂ. ചിലർ നിങ്ങൾക്കൊപ്പം കൂടുന്നത് നിങ്ങളുടെ പണമോ പദവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാധീനമോ കണ്ടിട്ടാകാം. പൂവിൽ തേനുള്ളപ്പോൾ മാത്രം വരുന്ന വണ്ടിനെ പോലെയാണവർ. തേൻ തീരുമ്പോൾ അവർ പുതിയ പൂവ് തേടി പോകും. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് കൂടെ നിൽക്കുന്നു എന്ന് നോക്കി മാത്രം സൗഹൃദത്തിൻ്റെ ആഴമളക്കുക. നിങ്ങളോട് കടുത്ത അസൂയയുള്ളവരെ കണ്ടെത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ വാക്കുകളിൽ ഒരു കുത്തലോ പരിഹാസമോ ഉണ്ടാകും. നിങ്ങളുടെ നേട്ടങ്ങളെ ഇത്തരക്കാർ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ആരിലെങ്കിലും കണ്ടാൽ പിന്നെ അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഇവിടെ ചാണക്യൻ പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ തത്വം ഓർക്കുന്നത് നന്നായിരിക്കും. ഒരു വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കാൻ വിതറുന്ന ധാന്യമണികൾ പോലെയാണ് ചതിയന്മാരുടെ സ്നേഹം. പക്ഷികൾ ആ മണികൾ കണ്ട് സന്തോഷിക്കും, പക്ഷേ അതിൻ്റെ താഴെ ഒരു വലയുണ്ടെന്ന് അവർ അറിയില്ല. അതുപോലെയാണ് ജീവിതത്തിലും പെട്ടെന്നുണ്ടാകുന്ന അമിത സ്നേഹവും കരുതലും പലപ്പോഴും ഒരു വലയായിരിക്കാം. ബുദ്ധിയുള്ള പക്ഷികൾ ധാന്യമണികളിലേക്കല്ല, വേട്ടക്കാരൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. എങ്കിൽ എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക? ചാണക്യൻ അതിന് 4 പരീക്ഷണങ്ങൾ നിർദ്ദേശിക്കുന്നു. 1. ത്യാഗം. അവർ നിങ്ങൾക്കായി എന്തു മാറ്റിവെക്കാൻ കഴിയുമെന്ന് നോക്കുക. 2. സ്വഭാവം. ദേഷ്യം വരുമ്പോഴും കഷ്ടപ്പാടിലും അവർ എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുക. 3. ഗുണങ്ങൾ. അവർക്ക് ജീവിതത്തിൽ വ്യക്തമായ മൂല്യങ്ങളുണ്ടോ എന്ന് നോക്കുക. 4. പ്രവൃത്തി. അവർ പറയുന്നതാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക. ഈ 4 കാര്യങ്ങളിൽ വിജയിക്കുന്നവനെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുക. ഓർക്കുക, ചീത്ത സുഹൃത്തുക്കളോടൊപ്പം കഴിയുന്നതിനേക്കാൾ നല്ലത് തനിച്ചു ജീവിക്കുന്നതാണ്. വിവേകത്തോടെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക, വഞ്ചിക്കപ്പെടാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുമായി പങ്കുവയ്ക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ചാണക്യതന്ത്രങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.